ഹലോ, ഇന്ന് നല്ല അരിക്കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു വട ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ തോരനും വിഴുക്കുമൊക്കെയാണ് വെക്കാറ് പതിവ്. ഇന്ന് നമുക്കൊരു വട ഉണ്ടാക്കി നോക്കാമേ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായി കഴുകി കൈകൊണ്ട് നല്ല രീതിയിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാവേ. നല്ലതായിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്ത് ഈ കുഴച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂൺ എത്ര പിഴിഞ്ഞെടുത്താലും അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുഴച്ചെടുക്കുന്ന ടൈമിൽ അത് താനേ പുറത്തേക്ക് വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ തിളച്ച് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കോരി മാറ്റാവുന്നതാണ്. അരിക്കൂൺ കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.